ഒരാളുടെ പ്രഭാഷണത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ തെറ്റിനെയോ നമ്മളെങ്ങാനും ട്രോളാൻ പോയാൽ പിന്നെ അള്ള വിടൂലട്ടോ. എന്റെ അടിമകളത്തോടെ നിങ്ങളാരാ? നീ ആരടാ? അള്ളാഹുവിന്റെ അടിമകളെ തൊട്ട് കളിച്ചാൽ പിന്നെ അള്ള വിടൂല. അതുകൊണ്ട് മനുഷ്യരെ ഈ പരിപാടിക്ക് ഫിത്ന ഫസാദിന് നിൽക്കരുത്. നമ്മുടെ അമലെല്ലാം ചോർന്നു. എന്തിനാ ഈ പറയണത്? നമ്മളെ നന്മകളെല്ലാം ഗീബത്ത് പറഞ്ഞാക്ക് കൊടുത്താൽ ഇനിയും ഗീബത്ത് പറഞ്ഞ ആൾക്കാര്, പറയപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരും വന്നിട്ട് പരാതി പറയുമ്പോ നമ്മുടെ ഏടിലേക്ക് വരും. എന്ത്? അവര് ചെയ്ത വ്യഭിചാരം, അവര് ചെയ്ത കള്ളുകുടിയൊക്കെ നമ്മളുടെ ഏടിലേക്ക് വരും. ജീവിതത്തിൽ ഒരു അന്യപെണ്ണിനെ പോലും നോക്കാത്ത ഹാജിയാരുടെ ഏടിൽ 18 വ്യഭിചാരും 36 കള്ളുകുടിയെല്ലാം വന്ന നിങ്ങൾ ആലോചിച്ചു. ചില ആൾക്കാർ സുബീസ്കാരത്തിന് പള്ളിയിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ 2-3 ആൾക്കാർ ഒന്നിച്ചു പോകും പറയും, ഈ വീട്ടുകാർ സുബീ കടിച്ചിട്ടില്ല. എന്താ ഈ ചങ്ങന്മാരുടെ ആല്? 6 മണിക്ക് ജമാഅത്തായിട്ടും കൂടി ഇവരുടെ സുബി 5:45 കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സാജറേറ്റ് ചെയ്തിട്ട് പറയും. ഈ 3 ആൾക്ക് എന്താ സംഭവിച്ചത്? ഇവരുടെ ഉറക്കും പോയി, സുബിയും പോയി. അച്ചങ്ങായിക്ക് ഉറക്കും കിട്ടി, സുബിയും കിട്ടി. പൊട്ടാ എന്തൊരു മണ്ടത്തരായി ചെയ്ത പരിപാടി! എന്തൊരു പൊട്ടത്തരം നമ്മള് ചെയ്യണത്! എന്തീ ചെയ്യണത് നമ്മള്? അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇനി നന്ന നിനക്ക് ഗീബത്ത് പറയാൻ നിനക്ക് അത്രയും മുട്ടുന്നുണ്ട്, ഉപ്പാനും ഉമ്മാനും പറഞ്ഞ മോനെ. എന്നാ പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ചില നാട്ടിൽ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് വേറെ നാട്ടിൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂല, ആ നാട്ടിൽ തന്നെ. അതുപോലെ നിന്റെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കുമല്ലേ കിട്ടുള്ളൂ, പുറത്തു പോകില്ലല്ലോ. അവിടെ നിന്നുണ്ട്. അതൊരു ഇന്റലക്ച്വലി ഡിഫൻസ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ മനുഷ്യന്മാരെ തൊട്ട് കളിക്കരുത്. നമ്മൾ ഈമാൻ ചോർന്നു പോകുന്ന പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ കാമിലാക്കി തെരുമാറാവട്ടെ.